ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ആസന്നമായിരിക്കുന്ന ആഗമനകാലത്തിൻ്റെയും അത് തുടർന്നുണ്ടാകുന്ന ക്രിസ്തുമസിൻ്റെയും അതിൻ്റെ തൊട്ടുപിറകെ വരുന്ന പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം ഞാൻ നേരുകയാണ്. ആഗമനകാലം ഇതാ സംജാതമായിരിക്കുന്നു. നമുക്ക് കാണാം, ലോകം മുഴുവൻ നക്ഷത്രവിളക്കുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുൽക്കൂടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കരോൾ ഗാനങ്ങൾ പാടി തുടങ്ങിയിരിക്കുന്നു. എവിടെയും ക്രിസ്തുമസിൻ്റെ പ്രതീതിയാണ്. ലോകം മുഴുവനുമുള്ള ജനതകൾക്ക് ക്രിസ്തുമസ് ഒരു ആഘോഷമാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മാലാഖമാർ പാടിയ വചനം ലൂക്കാസ് സുവിശേഷകൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇത് ക്രൈസ്തവ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഒരു ജനതയ്ക്കോ വേണ്ടിയുള്ളതല്ല. സകല തലമുറകളും സകല ജനങ്ങൾക്കും, മനുഷ്യരായി ജനിക്കുന്ന സകലർക്കുമുള്ള ഒരു സദ്വാർത്തയാണ് ഈശോ ജനിച്ചു എന്നുള്ളത്. അതിനുവേണ്ടി ഉള്ള ഒരുക്കത്തിൻ്റെ കാലമാണ് ആഗമനകാലം എന്ന് പറയുക. ഏതാണ്ട് 4 ആഴ്ചക്കാലം നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങി ആ ആഗമനകാലം നമ്മൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യുക. ഈ ആഗമനകാലത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് 4000 വർഷത്തോളം ഇസ്രായേൽ ജനം കാത്തിരുന്ന രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ അനുസ്മരണമാണ്. മനുഷ്യൻ പർദീസയിലായിരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ചെകുത്താൻ അവനെ പരീക്ഷിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആ ചെകുത്താൻ്റെ തല തകർക്കാനായിട്ട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. 4000 വർഷത്തോളം കാത്തിരുന്നാണ് ആ രക്ഷകനെ അവർ സ്വീകരിച്ചത്. കാത്തിരുന്ന് സ്വീകരിക്കാനുള്ള രക്ഷകൻ വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എന്നാൽ 4000 വർഷങ്ങളായിട്ട് പൈലറ്റ് വാഹനം പോലെ രക്ഷകനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുമായിട്ട് മാലാഖമാർ, പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ ഓരോരുത്തരും വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് അടുത്തടുത്തടുത്ത് വരുന്ന വാർത്തകളാണ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒടുവിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു. അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആഗമനകാലത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ വിചിന്തനം ചെയ്യുന്നതുമായ 2 മഹാസംഭവങ്ങളുണ്ട്. ഒന്ന്, ഈശോയ്ക്ക് മുൻപായിട്ട് ഇതാ എൻ്റെ തൊട്ടു പിന്നാലെ വരുന്നു, അല്ലാതെ ഇതാ വന്നു കഴിഞ്ഞു എന്ന് രണ്ടും പറയാനായിട്ട് സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള അറിയിപ്പാണ്. സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. ഈശോയ്ക്ക് തൊട്ടു മുൻപായിട്ട് പ്രവചിക്കുകയും ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന വലിയൊരു ദൗത്യവുമായിട്ട് സ്നാപക യോഹന്നാൻ കടന്നു വരികയാണ്. സ്നാപക യോഹന്നാന്റെ ജനനത്തെ ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്നതാണ് സുപ്രധാനമായ 2 വിഷയങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുകയും ഈശോ ജനിച്ചു കഴിഞ്ഞ് ആ ക്രിസ്തുമസ് മാലാഖമാരിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇപ്പം 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് സ്നാപക യോഹന്നാന്റെ ജനനവും ഒന്ന് ഈശോയുടെ ജനനവുമാണ്. ഈ ആഗമനകാലം ക്രിസ്തുമസിന്റെ കാലവും നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേക പ്രതിഭാസമാണ് മാലാഖമാരുടെ പ്രവർത്തനം. മാലാഖമാര് വളരെ ജാഗ്രതയോടും വളരെ സന്തോഷത്തോടും വളരെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ആകാംക്ഷപൂർവ്വം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് ആഗമനകാലം എന്ന് പറയുക. മാലാഖമാർ വളരെ
ആക്റ്റീവായിട്ട് തീരുന്ന, വളരെ ക്രിയാത്മകമായിട്ട് അവർ ഓടി നടന്ന്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മാലാഖ ഗബ്രിയേൽ മാലാഖയാണ്. ഗബ്രിയേൽ മാലാഖ നമുക്കറിയാം വചനത്തിൻ്റെ മാലാഖയാണ്, ക്രിസ്തുമസിൻ്റെയും ആഗമനകാലത്തിൻ്റെയും ഒക്കെ മാലാഖയാണ്, സദ്വാർത്ത അറിയിക്കുന്ന മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നത്. എന്നാലും നമുക്കറിയാം ക്രിസ്തുമസോടുകൂടി വൃന്ദങ്ങളായിട്ട് മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയാണ്. ആട്ടിടയന്മാരെ വിളിച്ചുണർത്താനായിട്ട്, അവരെ ബെത്ലഹേമിലേക്ക് യാത്രയാക്കാനായിട്ട്, അതുപോലെ തന്നെ അവരെ എത്തിക്കഴിഞ്ഞപ്പോൾ മംഗളഗാനം പാടിക്കൊണ്ട് ആശംസകൾ പറയാനായിട്ട് ഒക്കെ മാലാഖമാർ വരുന്നുണ്ട്. ലോകചരിത്രം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആശംസയായ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പറയുന്ന ആ സല്യൂട്ടേഷൻ്റെ അല്ലെങ്കിൽ ആ അഭിവാദനത്തിൻ്റെ ദൗത്യവുമായിട്ട് മാലാഖമാർ വരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ക്രിസ്തുമസ് കാലം എന്ന് പറയുന്നത് മാലാഖമാരുടെ ഒരു ഉത്സവകാലമാണ്. അവരും കാത്തിരുന്ന രക്ഷകനാണ്. രക്ഷകന് വേണ്ടി സൃഷ്ടി മുതൽ, മാലാഖമാരെ സൃഷ്ടിച്ച കാലം മുതൽ അവരൊരുങ്ങിയിരിക്കുകയാണ്. രക്ഷകനായിട്ട് ദൈവം അവതരിക്കുമ്പോൾ അവനെ ശുശ്രൂഷിക്കാനും അവൻ്റെ ദൗത്യങ്ങൾക്ക് സാക്ഷികളാകുവാനുമുള്ള ഒരുക്കമായിരുന്നു അവർക്ക്. ഇന്ന് മാലാഖമാർ വളരെ സൃഷ്ടിപരമായിട്ട് അതിൽ നമ്മളെ ഒരുക്കുകയാണ്. ആദ്യത്തെ വാർത്ത നമുക്കറിയാം, വന്ധ്യയായിരുന്ന എലിസബത്തിൽ നിന്ന് സഖറിയ എന്ന പുരോഹിതന് ഒരു ശിശു ജനിക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുമായിട്ട് ഗബ്രിയേൽ മാലാഖ കടന്നു വരുന്നു. ഗബ്രിയേൽ മാലാഖ വന്ന് അത്ഭുതകരമായ ഒരു വാർത്തയാണ് അറിയിച്ചത്. സഖറിയ ഏകനായിരുന്നു. ദേവാലയത്തിലെ പ്രധാന സ്ഥലത്ത് പോയി ശുശ്രൂഷ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖ കടന്നു വരുന്നത്. മാലാഖ സംഭവം അറിയിച്ചു, നിനക്ക് ഇതാ ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നു, ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നു. സഖറിയ സംശയിച്ചു. ഞാൻ പ്രായം കടന്നവനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, അവൾ പ്രായം കടന്നിരിക്കുന്നവളാണ്, ഇതെങ്ങനെയാ സംഭവിക്കുക? ഇത് അസാധ്യമാണല്ലോ എന്നുള്ള ഒരു സംശയം സഖറിയായ്ക്കുണ്ടായിപ്പോയി. ഉടനെ ഗബ്രിയേൽ മാലാഖ അവനെ ശപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവനൊരു ചെറിയ ശിക്ഷ കൊടുക്കുകയാണ്. യഥാകാലത്തിൽ നിറവേറേണ്ട എൻ്റെ വചനത്തെ അവിശ്വസിച്ചത് കൊണ്ട് നീ ഇന്നു മുതൽ ശിശു ജനിക്കുന്നത് വരെ മൂകനായിരിക്കും, നിനക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയിക്കുന്നു. നമുക്ക് തോന്നും ഒരു ശാപമാണ് അല്ലെങ്കിൽ ഒരു ശിക്ഷയാണ് എന്ന് നമുക്ക് തോന്നും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള അനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകരുത്. സഖറിയായിക്ക് 9 മാസക്കാലം സംസാരശേഷി നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു സത്യമാണ്. കാരണം സ്നാപകയോഹന്നാനെ കുറിച്ച് തന്നെ സ്നാപകയോഹന്നാൻ കൊടുക്കുന്ന സാക്ഷ്യം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാനെന്നാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. വരാനിരിക്കുന്ന ആ വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായിട്ട് അല്പം മൗനം ആവശ്യമായിരുന്നു ദൈവത്തിന്. അതിൻ്റെ ഉദാഹരണമാണ് നാവ് തുറന്നു കിട്ടിയ നിമിഷത്തിൽ സഖറിയ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ സ്തോത്രഗീതം ആലപിക്കുകയാണ്. അത്യുന്നതന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ സഖറിയ ആ 9 മാസം ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ആ ദൈവത്തിൻ്റെ കരുണയും തന്നോടുള്ള വാത്സല്യവും തനിക്ക് മകന് കൊടുക്കാൻ പോകുന്ന ദൗത്യവും എല്ലാം ധ്യാനിച്ചുകൊണ്ട് യുഗങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിറവേറാൻ പോകുന്നത് അത് തന്നിലൂടെ, തൻ്റെ കുടുംബത്തിലൂടെയാണല്ലോ എന്നുള്ള ആ സന്തോഷ വാർത്തയെക്കുറിച്ച് മൂകനായിരുന്ന് ധ്യാനിക്കുകയായിരുന്നു. സഖറിയ സംസാരിച്ച് നടന്നിരുന്നെങ്കിൽ ഇത് ധ്യാനിക്കാനോ അത് ഗ്രഹിക്കാനോ അവന് കഴിയുമായിരുന്നില്ല. ആ 9 മാസം ആ സന്തോഷം അവൻ ധ്യാനിച്ചു കഴിഞ്ഞ് നാവ് തുറന്നു കിട്ടിയപ്പോഴേ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തുള്ളിച്ചാടുകയാണ്. ഇനി സ്നാപകയോഹന്നാന്റെ ദൗത്യത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഈശോ വരുന്നു എന്ന് പറയാനും വന്നു എന്ന് പറയാനുമുള്ള
മുന്നോടിയും പ്രവാചകനുമായിട്ട് സ്നാപക യോഹന്നാനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്നാപക യോഹന്നാൻ നമുക്കറിയാം വലിയൊരു അടയാളമായിരുന്നു. ഈശോയുടെ ഫരിസേയ പ്രമാണികള് നിനക്കാരാണ് ഈ അധികാരം തന്നത്? ദേവാലയത്തിൽ നിന്ന് ആൾക്കാരെ അടിച്ചു മാറ്റാനും ഇവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കാനും നിനക്ക് ആരാണ് അധികാരം തന്നത്? നിനക്ക് അധികാരമുണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാണ് ഞങ്ങൾക്ക് തരുന്നത്? ഈശോ ചോദിച്ച ഒറ്റ വാക്യം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. സ്നാപക യോഹന്നാന്റെ ജനനം സ്വർഗത്തിൽ നിന്നായിരുന്നോ അതോ ഭൂമിയിൽ നിന്നായിരുന്നോ? സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് ആണോ ഭൂമിയിൽ നിന്നാണോ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഫരിസേയ പ്രമാണികൾക്ക് കഴിഞ്ഞില്ല. കാരണം സ്നാപക യോഹന്നാന്റെ ജനനം വലിയൊരു അത്ഭുതമായിരുന്നു. യൂദയ മലമ്പ്രദേശം മുഴുവൻ അത് സംസാര വിഷയമായി. ഈ ശിശു ആരായി തീരും എന്ന് അവരൊക്കെ അത്ഭുതത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുത്തുകൊണ്ട് നടന്നിരുന്നു. ഈ കാലയളവിൽ അവൻ്റെ അപ്പൻ മൗനിയായിരുന്നു എന്ന് നമുക്കറിയാം. ഇവരുടെ എല്ലാം ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് സഖറിയ പോയിരുന്നുവെങ്കിൽ അതിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് സാധിക്കുമായിരുന്നില്ല. യോഹന്നാന്റെ ജനനം തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. അവന് ദർശനമുണ്ടായെന്നും ആ ദർശനം വഴിയാണ് അവൻ്റെ ഭാര്യ ഗർഭം ധരിക്കാനുള്ള ശേഷി നേടിയതെന്നും അതുകൂടാതെ സഖറിയായ്ക്കൊരു സന്തതി ഉണ്ടായതും അത്ഭുതകരമായിരുന്നുവെന്നും ആ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ അവൻ മോഹനായിരുന്നെന്നും അതിനുശേഷം സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാന സമയത്ത് അല്ലെങ്കിൽ പേര് കൊടുക്കുന്ന സമയത്തുണ്ടായ അത്ഭുത പ്രപഞ്ചവും ആ നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അതിനെല്ലാവരും തന്നെ സാക്ഷികളുമാണ്. ഇങ്ങനെയിരിക്കെ സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനാണ് എന്ന് എല്ലാവരും സമ്മതിച്ചിരുന്നു. ഒരു പ്രവാചകനായ സ്നാപക യോഹന്നാൻ ഒരു ജ്ഞാനസ്നാനവുമായിട്ട് കടന്നു വന്നു. ആരും ചോദ്യം ചെയ്തില്ല. കാരണം അവൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമായിരുന്നു. അവനൊരു ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണെന്നും അവനിലൂടെ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഫരിസേയ പ്രമാണികളോട് ചോദിച്ച ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവർ പരസ്പരം പിറുപിറുത്തുകൊണ്ട് പറയുകയാണ്, നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവൻ ചോദിച്ച ചോദ്യം കൊടുക്കുന്ന ചോദ്യമാണ്. നമ്മൾ ചോദിച്ചതിന് അവൻ ബദലായിട്ട് നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണോ അതോ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ? ജനങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം ഭൗമികമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഫരിസേയ പ്രമാണികളെ കല്ലെറിയും. കാരണം എല്ലാവർക്കും അറിയാം അത് ദൈവം ഏർപ്പെടുത്തി കൊടുത്ത ഒരു ജോലിയാണെന്ന്. അനുതാപത്തിന്റെ മാനസാന്തരത്തിലൂടെ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനത്തിലൂടെ രക്ഷകന് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കാനാണ് സ്നാപക യോഹന്നാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭീകരമായ സ്വരത്തില് അണലി സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ കടന്നു വന്ന് എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുന്ന രീതിയിൽ അതിശക്തമായ സന്ദേശം കൊടുത്തുകൊണ്ട് സ്നാപക യോഹന്നാൻ കൊടുങ്കാറ്റ് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണം സ്വർഗത്തിൽ നിന്നാണ് എന്നവർക്കറിയാം. സ്വർഗത്തിൽ നിന്നാണ് സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം എന്ന് ഫരിസേയ പ്രമാണികൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ നിങ്ങൾ സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കും. മാത്രമല്ല, സ്നാപക യോഹന്നാനെ സ്വീകരിക്കുകയാണെങ്കിൽ സ്നാപക യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് അവർ പറഞ്ഞു പോയാൽ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ച് ചോദിക്കും. വീണ്ടും അവർക്ക് ഉത്തരവുണ്ടാകില്ല. അതായത് സ്നാപക യോഹന്നാന്റെ അസ്തിത്വം തന്നെ, അവൻ്റെ ജനനവും അവൻ്റെ അസ്തിത്വവും അവൻ്റെ പ്രഭാഷണങ്ങളും മുഴുവൻ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പ്രകടമായ അടയാളങ്ങളോടുകൂടിയാണ് സ്നാപക യോഹന്നാൻ കടന്നു വന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ക്രിസ്തുവിൽ നിന്ന് തന്നെ നമുക്ക് സാക്ഷ്യം കിട്ടിയവനാണ്.
ആ സ്നാപകന്റെ വരവിനെ കുറിച്ചുള്ള അറിയിപ്പും അതിനെക്കുറിച്ചുള്ള സംസാര വിഷയവും ആ യൂദയ പ്രദേശം മുഴുവൻ വ്യാപിച്ചിരുന്നു. സ്നാപക യോഹന്നാൻ എടുത്ത ഒരു മുദ്രാവാക്യമുണ്ട്: യേശുവാണ് മണവാളൻ, അവൻ പ്രകാശമാണ്, അവന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഞാൻ കടന്നു വന്നവനാണ്. അവൻ ദൈവപുത്രനാണെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണെങ്കിൽ അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളിയഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ വളരണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ചെറുതാകാൻ വേണ്ടിയിട്ട്. ക്രിസ്തുമസിൻ്റെ ഈ ആഗമനകാലത്തിൻ്റെ സന്ദേശത്തിൽ ഏറ്റവും കൂടുതൽ ഉന്തി നിൽക്കുന്ന ഒരു വാക്യമാണത്: ചെറുതാകല്. ചെറുതാകല്, കൊച്ചാകല്, ഇല്ലായ്മയിലേക്ക് വലിയുക. ക്രിസ്തുമസിന്റെ കേന്ദ്ര ബിന്ദു അതാണ്. ദൈവപുത്രനായ ദൈവം തന്നെയായ യേശുക്രിസ്തു ഒരു പിള്ളക്കച്ചയില് പൊതിയപ്പെട്ട്, അല്ലെങ്കിൽ എന്തിന്, ഒരു ഭ്രൂണത്തിന്റെ മുഴുപ്പില് കുഞ്ഞാകുന്ന ഒരു കാഴ്ചപ്പാടാണ് ക്രിസ്തുമസിൽ നമ്മൾ കാണുക. സ്വയം ദൈവപുത്രനായ ദൈവം ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട്, അതും കുരിശുമരണത്തോടും താഴ്മയിലേക്ക് ഇറങ്ങി വരാനായിട്ട് തയ്യാറാകുന്ന ഒരു വലിയ സന്ദേശം നമുക്കുണ്ട്. ലോകത്തിന്റെ വശ്യതകളിൽ പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുമ്പോൾ, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ പോലും നമ്മൾ പര്യാപ്തരല്ലാതെ വരുമ്പോൾ, ലൗകികമായ ആശാഭാഷങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ, ഈ സ്നാപക യോഹന്നാന്റെ മാനസാന്തരത്തിന്റെ സന്ദേശം, അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിന്റെ ആ സന്ദേശം, സ്വയം ചെറുതാകുക എന്നുള്ളത്. നമ്മൾ ഭൂമിയിൽ ചെറുതാകുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ വളരുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ പോലെ വലിയവരാവുകയാണ്. നമുക്കറിയാം, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവമായിരുന്നെങ്കിലും ആ ദൈവത്തോടുള്ള സമാനത കാത്തു സൂക്ഷിക്കാതെ ആകൃതിയിൽ ദാസനെ പോലെ കാണപ്പെട്ടു. ഈ മനോഭാവം ആണ് നമുക്ക് ആവശ്യം. ഈ മനോഭാവം നമുക്ക് ഈ ക്രിസ്തുമസ് കാലത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാരണം ദൈവം മനുഷ്യരാകുന്ന ആ വലിയ സന്തോഷത്തിന്റെ ഈ